ഹലോ കൂട്ടുകാരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ യൂട്യൂബിൻ്റെ അടുത്തു നിന്നും അപ്ഡേറ്റ്സ് പുതിയതായിട്ട് 1-2 വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു അപ്ഡേറ്റാണ്. വ്യൂസ് കൂടാനും മോണറ്റൈസേഷൻ ആയവർക്കൊക്കെ കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു പുതിയ അപ്ഡേറ്റാണ് ഇനി യൂട്യൂബ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ അത് അടിപൊളിയായിട്ടുള്ളൊരു അപ്ഡേറ്റാണ്. പിന്നെ വേറെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് അത് കുറച്ച് മോശപ്പെട്ട അപ്ഡേറ്റാണ്. ഈ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോസ് ചെയ്യുന്നവർക്ക് വളരെ മോശമായിട്ടുള്ളൊരു അപ്ഡേറ്റും യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾക്ക് മോശപ്പെട്ട അപ്ഡേറ്റ് എന്താണെന്നുള്ളത് നോക്കാം. യൂട്യൂബിൽ വന്നിട്ട് ഈ ട്രേഡിങ്ങിനെ കുറിച്ചിട്ടും സ്റ്റോക്കിനെ കുറിച്ചിട്ടും വീഡിയോസ് ചെയ്യുന്ന ചാനലുകാർക്ക് വളരെ മോശപ്പെട്ട ഒരു അപ്ഡേറ്റാണ് വരാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ യൂട്യൂബ് കൊണ്ടുവന്ന അപ്ഡേറ്റ് അല്ല, സെബി ഒരു പുതിയ സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നോക്കാം. സർക്കുലർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഏതൊരു പ്ലാറ്റ്ഫോമിലും, ഇപ്പോൾ യൂട്യൂബ് ആയാലും ശരി, ഇൻസ്റ്റാ ആയാലും ശരി, ഒരു ആൾ വന്നിട്ട് എഡ്യൂക്കേഷണൽ പർപ്പസിനാണെങ്കിൽ പോലും മാർക്കറ്റ് പ്രൈസ് ലൈവായിട്ട് നമ്മുടെ ചാനലിൽ കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആ പുതിയ അപ്ഡേറ്റ്. ഇപ്പോൾ ആളുകളെ പഠിപ്പിക്കാനായിട്ട് ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു 3 മാസം മുമ്പുള്ള ഡാറ്റകൾ കാണിച്ചിട്ട് അത് വെച്ചിട്ട് വേണം മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട്. അതായത് ഷെയർ ട്രേഡിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള ഗ്രാഫ് കാണിക്കാനാണെങ്കിലും ക്യാൻഡിൽ സ്റ്റിക്ക് കാണിക്കുകയാണെങ്കിലും എന്തൊക്കെ പഠിപ്പിക്കണമെങ്കിലും 3 മാസം മുമ്പുള്ള ഡേറ്റ ഉപയോഗിച്ചിട്ട് മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ചെയ്യാവൂ എന്നാണ് സെബി പുറത്ത് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ സർക്കുലറിൽ പറയുന്നത്. ഇത് വന്നിട്ട് ജനുവരി 29, 2025 ഈ അപ്ഡേറ്റ് സെബി കൊണ്ടുവന്നിരിക്കുന്നത്. സെബി എടുത്ത് പറയുന്നുണ്ട്, ഈ ഒരു റൂൾ ആരെങ്കിലും തെറ്റിക്കുകയാണെങ്കിൽ അവർക്ക് അതിന് പണിഷ്മെൻ്റ് കൊടുക്കാം, അതുപോലെ നോട്ടീസ് വരാം. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടികൾ തന്നെ ഇങ്ങനത്തെ ആളുകൾക്ക് എതിരെ എടുക്കും എന്നാണ് സെബി ഇതിൽ പറയുന്നത്. മാത്രമല്ല ഒരുപക്ഷെ ഇവരുടെ യൂട്യൂബ് ചാനൽ വരെ ഡിലീറ്റായി പോകാനുള്ള സാധ്യതയും ഉണ്ട്. ഇങ്ങനെയുള്ള ചാനലുകൾ നടത്തുന്നവർ ഇനി തൊട്ട് വളരെയധികം ശ്രദ്ധിച്ച് മാത്രം ഇതിൻ്റെ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ശരി, നിഫ്റ്റി ആണെങ്കിലും ശരി, എന്തെങ്കിലും മിഡ് ക്യാപ്പോ എന്തൊക്കെ കാര്യങ്ങളായാലും ശരി, ഇതിനൊക്കെ ഇത് ബാധകമാണ്. ലൈവായിട്ടുള്ള ട്രേഡിംഗ് ഡേറ്റ ഒന്നും തന്നെ നിങ്ങളുടെ ചാനലിൽ ഇനി കാണിക്കാൻ പാടില്ല എന്നുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു സർക്കുലറാണ് സെബി കൊണ്ടുവന്നിട്ടുള്ളത്. രണ്ടാമത്തെ അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി ടാബ് ഉണ്ട്, അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ അതിൻ്റെ പേര് മാറ്റിയിട്ട് ഇപ്പോൾ പോസ്റ്റ് ടാബ് എന്നാക്കിയിട്ടുണ്ട്. ഇതിൽ എന്താണ് യൂട്യൂബ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു 2-വേ ഇൻട്രാക്ഷൻ ആണെന്ന് പറയുന്നു. അതായത് ഇതുവരെയും എന്താണ് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഈ ചാനലിൻ്റെ ഓണർ കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടുകയും ആളുകൾക്ക് അതിൽ കമൻസ് വഴി പ്രതികരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുമായിരുന്നു. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു പേരിൽ മാറ്റം വരുത്തുന്നുണ്ട്. കമ്മ്യൂണിറ്റി ടാബിൽ കമ്മ്യൂണിറ്റിക്ക് പകരം പുതിയ ഒരു പേരാണ് പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം വന്നിട്ട് ഇതുവരെ ഉള്ളതുപോലെ തന്നെയാണ്. പക്ഷേ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാലും ഇനി മുതൽ യൂട്യൂബിലെ ക്രിയേറ്റേഴ്സ് ആയാലും ശരി, അതിൽ അവരുടെ കമ്മ്യൂണിറ്റീസിൽ വരുന്ന മറ്റുള്ള യൂട്യൂബേഴ്സുമായിട്ട് ഒരുമിച്ച് അവർക്ക് വന്നിട്ട് ഈ കൊളാബറേഷൻ വഴി വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. കൊളാബറേഷൻ വഴി നിങ്ങൾ വീഡിയോസ് ചെയ്യുമ്പോഴേക്കും എല്ലാവരുടെ വ്യൂവേഴ്സും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യാനും എല്ലാവർക്കും വന്നിട്ട് ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെ നിങ്ങളുടെ വ്യൂസ് വർദ്ധിക്കാനും ഈ പുതിയ കൊളാബ് കൊണ്ടുവന്ന വഴി യൂട്യൂബ് അത് വളരെയധികം ഈ ചെറിയ ക്രിയേറ്റേഴ്സിനൊക്കെ ഒരു നല്ല ഒരു വാർത്തയാണ്, ഒരു അപ്ഡേറ്റാണ് യൂട്യൂബ് ഇനി കൊണ്ടുവരാൻ പോകുന്നത്. ഇതുവരെ പരീക്ഷണ ഘട്ടത്തിലായിരുന്നു. ഇനി അത് റോൾ ഔട്ട് ചെയ്തിട്ട് ഇന്ത്യയിൽ തന്നെ എല്ലാവർക്കും ഇത് കിട്ടുന്ന രീതിയിൽ അടുത്ത് തന്നെ യൂട്യൂബ് ഇതിന് കൊണ്ടുവരുന്നുണ്ട്. പോസ്റ്റ് ടാബ് ഉടൻ തന്നെ എല്ലാവർക്കും ലഭിക്കാൻ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഈ 2 പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് വന്നത് അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇതുപോലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് വരുമ്പോൾ അത് നിങ്ങളുടെ കൂടെ തീർച്ചയായിട്ടും ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾ ഇതുപോലെ എല്ലാ അപ്ഡേറ്റ്സും യൂട്യൂബ് കൊണ്ടുവരുന്നത് കാലാകാലങ്ങളിൽ കൊണ്ടുവരുന്ന അപ്ഡേറ്റ്സൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുൻപോട്ട് പോയാൽ മാത്രമേ യൂട്യൂബിൽ നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രിയേറ്ററായിട്ട് മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. പലരും
കമൻസിൽ ഷെയർ ചെയ്തിരുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ട് യാതൊരു അറിവും ഇല്ലാതെയാണ് പലരും യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നത്. അത് യാതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ വീഡിയോ കാണുമ്പോഴാണ് പല കാര്യങ്ങളും ഇങ്ങനെ ഉണ്ട് എന്നുള്ള തന്നെ അവർക്ക് മനസ്സിലാകുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരു നിലപാടൊക്കെ നിങ്ങൾ മാറ്റിയിട്ട് ഈ അപ്ഡേറ്റ്സൊക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് യൂട്യൂബിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങളുടെ ചാനലിനും ഒരു പ്രശ്നം വരാതെ യൂട്യൂബിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓരോരോ കാലഘട്ടങ്ങളിൽ യൂട്യൂബ് ഇങ്ങനെ അപ്ഡേറ്റ്സ് കൊണ്ടുവരികയും പ്രവർത്തന ശൈലിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നതും സാധാരണമാണ്. ഇനി തുടർന്നും വേറെ നല്ല നല്ല അപ്ഡേറ്റ്സ് യൂട്യൂബ് കൊണ്ടുവരുന്നുണ്ട്. ഡബ്ബിങ്ങിൻ്റെ കാര്യം, ലാംഗ്വേജ് സെലക്ഷൻ, നമ്മൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മൾക്ക് വീഡിയോ കാണാൻ സാധിക്കുന്ന പോലെ ഓട്ടോ ഡബ്ബിംഗ് പോലെയുള്ള ഫെസിലിറ്റീസുമൊക്കെ ഉടൻ തന്നെ എല്ലാവർക്കും ലഭിക്കാൻ തുടങ്ങുമെന്നാണ് കേൾക്കുന്നത്. അപ്പം അങ്ങനെ വന്നാൽ നമ്മളുടെ ഭാഷ അറിയാത്ത ആളുകൾക്ക് പോലും ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും നമ്മളുടെ വീഡിയോ കാണാനും അത് മനസ്സിലാക്കാനും സാധിക്കും. അങ്ങനെ നമ്മൾക്ക് യൂട്യൂബിൽ കുറച്ചുകൂടെ റീച്ച് കിട്ടുകയും നമ്മളുടെ ചാനലിന് ഒരു ഗ്രോത്തിനൊക്കെ ഇത് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തത് ഇതുപോലെ പുതിയ വേറൊരു ടോപ്പിക്കുമായിട്ടും അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.